ഈ SIR എല്ലാ തരത്തിലും എല്ലാവർക്കും സമ്മർദ്ദമാണെന്ന് തോന്നുന്നു. ജോലി ചെയ്യുന്നവർക്കും വോട്ടർമാർക്കും ഏവർക്കും പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും സമ്മർദ്ദമാണോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. തീർച്ചയായിട്ടും വലിയ സമ്മർദ്ദമാണ്. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ബീഹാറിൽ ഉൾപ്പെടെ ഉണ്ടായ വിജയങ്ങളിൽ ഒരു ഭാഗം ഈ SIR പരിഷ്കരണമാണ്. കാരണം അവർ ആർക്കൊക്കെയാണോ വോട്ടില്ലാത്തത്, ആർക്കൊക്കെയാണോ ഡബിൾ വോട്ടുള്ളത്, ആരൊക്കെയാണോ മരിച്ചത്, ആരൊക്കെയാണോ നുഴഞ്ഞു കയറി വന്ന് ഇവിടെ സ്ഥാനം പിടിച്ചത്, ഇവരെ മുഴുവൻ അവർ പുറത്താക്കി. 47 ലക്ഷത്തോളം പേരെ പുറത്താക്കി. 21 ലക്ഷത്തോളം പേരെ ആഡ് ചെയ്യുകയും ചെയ്തു ബീഹാറിൽ. ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് BJPക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പലരും ഇത്തരത്തിൽ വ്യാജ റെക്കോർഡുകളും വ്യാജ ID-കളൊക്കെ ഉപയോഗിച്ച് കയറിയവരാണ്. അല്ലെങ്കിൽ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് നിലനിർത്തി പോകുന്നവരാണ്. പക്ഷെ സാധാരണ ഇതിൽ ചിലർ വീട്ടിൽ മക്കൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഡൽഹിയിലാണ്. ഡൽഹിയിലാണെങ്കിൽ പേര് വിട്ടെന്ന് പറയുമ്പോൾ ഉടനെ വേണ്ട അതിപ്പോൾ ഇങ്ങനെ തിരിച്ചു വരും, അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് കിടക്കും. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ഇത്തവണ ബീഹാറിൽ വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് 47 വന്നത്. പിന്നെ ഈ റോഹിംഗ്യൻസ് ആയിട്ട് കിടക്കുന്നവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴും അവിടെ ഒരു രേഖയും ഇല്ലാതെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ പല കാരണങ്ങളാൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ വെച്ചൊക്കെ പിന്നെ മുൻപ് കോൺഗ്രസും RJDയും എല്ലാം തിരികെ കയറിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. ബീഹാറിലും കേരളത്തിലും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം. കാരണം ഇപ്പം ധാരാളമായിട്ട് പിന്നെ സ്ഥലത്തില്ലാത്തവരും അതുപോലെ തന്നെ ഈ പിന്നെ ബംഗാളിൽ നിന്നൊക്കെ വന്ന തൊഴിലാളികളും ഒക്കെ ഇവിടെ ഈ 36 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ 25 ലക്ഷത്തോളം പേര് ഉണ്ട് എന്ന് പറയുന്നത്. അതിലും കുറേ പേരൊക്കെ പലയിടത്തും നാട് വിട്ട് പോയിട്ടുണ്ട്. കൺസ്ട്രക്ഷനൊക്കെ കുറഞ്ഞു, അങ്ങനെ പലതും പോയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. ഇവിടുത്തെ സ്കൂളിൽ ചേർത്ത് പഠിക്കുന്നവരുണ്ട്. അതൊക്കെ പക്ഷേ അർഹമായത് തന്നെയാണ്. സ്കൂളിൽ ചേർത്ത് കുട്ടികളെ പഠിപ്പിച്ച് ഇവിടെ വർഷങ്ങളായിട്ട് നിന്ന് നമ്മുടെ റേഷൻ കാർഡും ID-യും ഒക്കെ ഉണ്ടാക്കിയവരെ നമ്മൾ ഉൾക്കൊള്ളിച്ചേ പറ്റൂ. അല്ലാതെ ഇവരുടെ ബന്ധുക്കളായിട്ടും കുറേ പേര് വന്ന് കയറുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇയാൾ ഈ മറ്റേ രീതിയിൽ ഉടനെ തന്നെ വോട്ടർ പട്ടികയിൽ പേര് കയറ്റാൻ ശ്രമിക്കും. അത് പലതും വ്യാജമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പം ഇത് താഴെത്തട്ടിൽ രാഷ്ട്രീയ പാർട്ടികളിൽ തമ്മിൽ പോരാട്ടമുണ്ട്. വെട്ടിയെടുക്കുന്നത് ഇവർക്ക് അനുകൂലമോ, വെട്ടി മാറ്റുന്നത് എനിക്ക് അനുകൂലമോ, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നത് എനിക്ക് അനുകൂലമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സിന് പലപ്പോഴും ഇത് കഴിയാറില്ല. പക്ഷേ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ കാര്യത്തിൽ വളരെ BJPക്ക് ഹോൾഡുള്ളിടത്ത് അവരും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഹോൾഡുള്ളിടത്ത് അവരും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ വിട്ടുവീഴ്ചയില്ലാതെ നിൽപ്പുണ്ട്. അവരും അവരുടെ പ്രദേശങ്ങളിൽ ചേർത്തവരെ വെട്ടാതിരിക്കാനും കൂടുതൽ ആളുകളെ ചേർക്കാനും ഒക്കെയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇരയാകുന്നത് ഈ SIR പരിപാടിക്ക് പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് സത്യം. BLOമാർ. അപ്പോൾ ഇവർക്ക് വലിയ സമ്മർദ്ദമാണ്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉടനെ നടത്തണം എന്ന് പറയും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം തീരുമാനമെടുത്തു, അത് നടപ്പിലാക്കേണ്ടതാരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇത് ശരിക്കും നടപ്പിലാക്കുന്നത്. പേര് ഇലക്ഷൻ കമ്മീഷനാണ്, പക്ഷേ സംസ്ഥാനത്തിൻ്റെ കളക്ടർ, തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, വില്ലേജ് ഓഫീസർ വരെയുള്ളവർ ഒക്കെ ഇതിനകത്ത് കൂടെ നിൽക്കുകയാണ്. പക്ഷെ അവരുടെ ഇത് സക്സസ് ആയില്ലേ? എവിടെയും സക്സസ് ആകും. പക്ഷേ അതിൻ്റെ ബീഹാറിലെ സർക്കാർ പിന്നെ NDAക്ക് അനുകൂലമായ സർക്കാരായിരുന്നു, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായ സർക്കാരായിരുന്നു. അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കി. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ബംഗാളിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒക്കെ നടക്കാൻ മൂക്കിട്ട് ഷാ എഴുതും. അപ്പോൾ ഇത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ കളിക്കും. ഒരു മരണം നടന്നു, ഒരു ഹതഭാഗ്യനായിട്ട് വന്ന ഒരു ആളാണ്, അദ്ദേഹത്തിന് സമ്മർദ്ദം കൂടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു വേർഷൻ. പാർട്ടിയുടെ ഭാഗത്ു നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്ന് മറ്റൊരു വേർഷൻ. അതായത് ഇയാൾ കോൺഗ്രസ്സുകാരനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. നിവൃത്തിയില്ല. ഞാനിത് കണ്ടതാണ്. പല BLOമാരും അവിടെ തദ്ദേശീയമായിട്ട് അവിടുത്തെ മാർക്സിസ്റ്റുകാരെയൊക്കെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ചിലയിടത്ത് കോൺഗ്രസ്സുകാരെയും വിളിച്ചുകൊണ്ട് പോയി കാണും. എന്നിട്ട് അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ശ്രമിക്കും. അപ്പം ഈ സമ്മർദ്ദമാണെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്തായാലും ഉദ്യോഗസ്ഥന് വലിയ സമ്മർദ്ദമുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥരാരും ഇങ്ങനെ വീട് കയറി നടന്ന് ഈ ജോലിയൊന്നും ചെയ്തിട്ടില്ല.
എൻ്റെ അടുത്ത് തന്നെ ഒരു 5-8 ആ പരിസരവാസികളിലായ പല BLOമാരും സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഡയറക്ടറെ കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഓരോ റീജിയനിലെ ഞങ്ങളുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്തു കൊടുത്തു, നമ്പർ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇന്നിടത്ത് ബന്ധപ്പെട്ട് അവിടുന്ന് ഡയറക്ടറി വാങ്ങിക്കുക, ഇന്നിടത്ത് ബന്ധപ്പെട്ട് മറ്റേവിടുത്തെ ഡയറക്ടറി വാങ്ങിക്കുക. എന്നിട്ട് ഈ ഡയറക്ടറി വെച്ച് അതിൽ ചിലതിൽ മാപ്പും കൂടെ കാണും, മാപ്പും കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ രേഖപ്പെടുത്തി ഇവർക്ക് എടുക്കാൻ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് പേര് തന്നെ BLOമാർ പലരും എന്നെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്തുള്ളവർ. എങ്ങനെയെങ്കിലും ഇതൊന്ന് പൂർത്തിയാക്കണതിന് വേണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രശ്നം രണ്ടാണ്. ഒന്ന്, കേന്ദ്രം ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഫിക്സ് ചെയ്ത സമയത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് സംസ്ഥാനം നോക്കുന്നത്. അപ്പോൾ അതിനിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഇതിനകത്ത് ബേർഡനും കൂടുതലാണ്. ബേർഡൻ കൂടുതൽ വന്നതിൽ ഒരു കാരണം ഇപ്പോഴത്തെ ഈ വാർഡ് വിഭജനമാണ്. വാർഡ് വിഭജനത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തന്നെ അറിയാം, എൻ്റെ വീടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഞാൻ മുമ്പിരുന്ന വാർഡിൽ തന്നെയാണ് ഭാഗ്യത്തിന്. പലർക്കും അതല്ല. എന്നാൽ അതിൻ്റെ ഒരു 10 വീടിനപ്പുറത്ത് വേറൊരു വാർഡ് വന്നിരിക്കുക. വ്യക്തമായിട്ട് പേര് പറഞ്ഞാൽ എൻ്റെ ഇത് ഇടവക്കോട് എന്ന് പറഞ്ഞ വാർഡാണ്. അവിടെ എനിക്ക് ഓർഡർ ഉണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. അത് എൻ്റെ ആ പഴയ വാർഡിൽ തന്നെ കിട്ടി. പക്ഷേ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു 10 വീടിനപ്പുറത്ത് വരുന്നത്, അതും എൻ്റെ ഇടവക്കോട് വാർഡിൽ കിടന്നതാണ്. അതിപ്പോൾ ചെല്ലമംഗലം എന്ന് പറഞ്ഞ് വേറൊരു വാർഡിലേക്കാണ് പോയിരിക്കുന്നത്. അത് എൻ്റെ വീടിൻ്റെയും കുറച്ച് 10-25 വീട് ബാക്കിൽ ഈ ഇടവക്കോട് എന്ന് പറഞ്ഞ് കിടന്ന ഭാഗം ഇപ്പോൾ ശ്രീകാര്യം എന്ന് പറഞ്ഞ് വേറൊരു വാർഡിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് എനിക്ക് തന്നെ പിടി കിട്ടുന്നില്ല. ഞാൻ അവിടെ വർഷങ്ങളായിട്ട് താമസിച്ച് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകനായിട്ട് ഭാരവാഹിയായിട്ടൊക്കെ ഇരുന്ന് എനിക്ക് ഈ വാർഡ് വിഭജനം പെട്ടെന്ന് പിടി കിട്ടുന്നില്ല. സാറേ, ഈ ഒരു വീട് എവിടെയാണ് ഉൾപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് മാപ്പ് എടുത്ത് നോക്കിയിട്ട് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടും പേരും ആളും കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ എവിടെ ഏത് വാർഡിൽ കിടക്കുന്നതെന്ന് അറിയാൻ പാടാണ്. ആ വിധത്തിലേക്ക് ഇത് കുഴഞ്ഞു കിടക്കുകയാണ്. ഇനി ഇതിനകത്ത് ഈ 2002 വോട്ട് ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അത് ഏത് കണക്കനുസരിച്ചാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ BLOമാർ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ പോർഷൻ BLOമാർ ഫില്ലപ്പ് ചെയ്ത്, അതായത് പഴയ ലിസ്റ്റിൽ നിന്നുള്ളത് എടുത്ത് അവിടെ ഇടേണ്ടതാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നില്ല. BLOമാർ നേരെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പ് വയ്ക്കുകയാണ്. 2002 എടുക്കുന്ന എന്ത് ഫോം പോലും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ട് അത് ഫില്ലപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ വിജയാനന്ദ താങ്കളാണോ വിജയാനന്ദ്? ശരി, ID കാർഡ് കാണിക്കുക, ഫോട്ടോയിൽ നോക്കിയിട്ട് ശരി വിജയാനന്ദാണെന്ന് ഉറപ്പായി. എന്താ ഫോം? ഈ ഫോമിൽ ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞ് അവിടെ ഇരുത്തി ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. അതിന് അവർക്ക് സമയമില്ല. ഒന്നാമത്തെ പരിചയമില്ല. ഇത് മുമ്പ് ചെയ്തിരുന്നത് ഈ നമ്മുടെ ആശാ വർക്കർമാരാണ്. അവരുടെ കൈകളിൽ ഇത് നിൽക്കത്തില്ല. അവരുടെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കൊടുക്കത്തുമില്ല. കാരണം ആശാ വർക്കർമാരുടെ കൈ കൊടുത്താൽ ഇത് ഗവൺമെന്റിന് പണിയാവും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണിയാവും എന്ന് അവർക്കൊരു സംശയമുണ്ട്. കാരണം ആശാ വർക്കർമാർ മുഴുവൻ വലിയ കോപത്തിലാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവര് മറ്റു പല പാർട്ടികൾ അനുകൂലമായാണ് മാറ്റിയതല്ലേ? അതൊരു വലിയ ഘടകമാണെന്നാണ്. അല്ല, ഞാൻ വിചാരിച്ചു കാരണം ഇതൊന്നും കൂടെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരിലേക്ക് പോകണം. ഇല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരിലേക്ക് പോകുമ്പോൾ 2 കുഴപ്പങ്ങളാണ്. ഒന്ന്, ഇവർ ഈ വീട് തോറും കയറി ഇറങ്ങി നിരങ്ങാൻ മടിയാണ്. മറ്റവരത് ഇങ്ങനെ ശീലമാണ്, അവരത് കറക്റ്റായിട്ട് ചെയ്യും. മറ്റവർക്ക് ഇങ്ങനെ ശീലമില്ല. 10 മണിയാകുമ്പം ഫാനിന്റെ മൂട്ടി കയറി ഇരിക്കുക, 5 മണിയാകുമ്പം വാച്ച് നോക്കുക, ഓടുക. ഇതിനിടയ്ക്ക് 2 ചായ കുടിക്കുക, പിന്നെ വർത്താനം പറയുക, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷിച്ചിരുന്ന് കുറെ സമയം ചെലവഴിക്കുക, പിന്നെ 2 2:30 ആകുമ്പോൾ വീണ്ടും കയറുക, എങ്ങനെയെങ്കിലും 5 തികയ്ക്കുക, പോവുക. ഇതാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പണി. ഇതിൽ നിന്ന് മാറി ഇയാളെ വേട്ടപ്പട്ടിയെ പോലെ ഇട്ട് ഓടിക്കുകയാണ്. നമുക്ക് ശീലമില്ലാത്തൊരു നമ്മളെ ഇപ്പോ എന്നെയോ താങ്കളെയോ ഒളിമ്പിക്സ് കൊണ്ടിട്ടാ എങ്ങനെ ഇരിക്കും? 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യുന്നു, ഡിസ്മിസ് ചെയ്യുന്നു പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് നിവൃത്തിയുള്ളൂ. അപ്പൊ ഈ ഒരു ഗതികേടിലാണ് SIR കുഴപ്പിക്കും. SIR 3 വിഭാഗങ്ങളെ കുഴപ്പിക്കും. ഇലക്ഷൻ കമ്മീഷനെ കുഴപ്പിക്കും, നാറ്റിക് ഇലക്ഷൻ കമ്മീഷനെ. നിങ്ങൾ നോക്കിയോ, തമിഴ്നാട്, കേരളം, ബംഗാള് 3 സ്ഥലത്തെങ്കിലും മിനിമം ഇലക്ഷൻ കമ്മീഷൻ നാറി വെളുക്കുന്ന വിധത്തിലേക്കായി പോകും. കാരണം ഇത് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനും ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റും. പണി കൊടുത്ത് ശരിയാക്കും. ഇത് 3 സ്ഥലത്തെ ആളുകൾക്ക് പണി കൊടുക്കാൻ അറിയാം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണി കൊടുക്കാൻ അറിയാം, അവിടെ DMKക്ക് പണി കൊടുക്കാൻ. നമുക്കറിയാമല്ലോ വിജയ്ക്ക് പറ്റിയത് കരൂര്. പിന്നെ വിജയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാതായില്ലേ? അത് അവിടെ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറിന് വരുന്ന ഗതികേടാണ്. അപ്പോ ഡൽഹിയിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് DMKയും പിന്നെ തൃണമൂലിനെയും മമതയും പിന്നെ പിണറായി വിജയനെയും സ്റ്റാലിനെയൊക്കെ കൂടെ കയ്യിലെടുക്കാതെ ഇത് ചെയ്യാൻ പോയാൽ പണിയോട് പണിയായി. ഇത് അവസാനം നാട്ടുകാർക്ക് വോട്ടില്ലാതെയോ
അല്ലെങ്കിൽ വോട്ട് കാണും എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ വരും. ഇപ്പൊ തന്നെ ഒരു മുട്ടട വാർഡിലൊരു പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ, കോൺഗ്രസിന്റെ അവസാനം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ വോട്ട് ചെയ്യുന്നു പറഞ്ഞു, പക്ഷേ ഇത്തവണ വോട്ടില്ല. കാരണം അതിനകത്ത് ഒരു TC നമ്പർ തെറ്റി എന്നുള്ളതാണ് കാര്യം. ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളിലേക്ക് പോയാൽ രണ്ട് പാർട്ടിക്കും പറയാനുണ്ട്. ഇവരിവിടെ താമസിച്ചിട്ടില്ലെന്ന് പറയും. ഇവർ താമസിച്ച വീടിൻ്റെ ഉടമസ്ഥൻ ഗൾഫിലാണ്, അയാൾ ഇലക്ഷൻ കമ്മീഷന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു വീട് കൊടുത്തിട്ടില്ല എന്ന്. ഉടനെ ചിലർ പറയുന്നു അയാളെ ഭീഷണിപ്പെടുത്തിയല്ലേ, ഗൾഫിലിരിക്കുന്ന ആളിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാളിങ്ങനെ കൊടുത്തതാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇതെല്ലാം കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും നേരെ ചെയ്യാൻ ആർക്കും താല്പര്യമില്ലല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക്. ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുക, സിസ്റ്റത്തെ കൺഫ്യൂസ് ചെയ്യുക. കൺഫ്യൂസ് ചെയ്യുമ്പം ഇത് ചെയ്യുന്നവൻ ആത്മഹത്യ ചെയ്ത് പോവും അറിയാതെ. കാരണം ഇവനിത് ശീലമില്ലല്ലോ. ഈ ശീലമില്ലാത്തവർ ഇത് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാകും. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് നടന്നത്. ഇനി മറ്റൊരാൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇത് സർക്കാർ ഇത് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള ആശാ വർക്കറെയോ അതുപോലെ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അവർക്കൊക്കെ ആകുമ്പോൾ കറക്റ്റ് അറിയാം. ഓരോ പ്രദേശത്തും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, അവർക്കറിയാം ആ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഏരിയയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ അറിയാം. അതിനേക്കാൾ ബെറ്റർ ആശാ വർക്കർമാരോ അംഗൻവാടി ടീച്ചർമാരോ ആണ്. അവർക്കാകുമ്പോൾ കുറേ കൂടെ പ്രാദേശികമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഉള്ളിടത്താണെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധിയും കൂടെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാനും വിടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഇത് വിപുലമായ ഒരു മീറ്റിംഗ് കളക്ടർ തലത്തിലോ ഡെപ്യൂട്ടി കളക്ടർ തലത്തിലോ നടത്തി സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇനിയും പല DLOമാരും ഒന്നുകിൽ എല്ലാവരും ആത്മഹത്യ ചെയ്തിരിക്കും, ചിലർ ലീവ് എടുത്ത് പോയെന്നിരിക്കും, ചിലർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒഴിഞ്ഞെന്നിരിക്കും. ഇത് ആ പണി ആരെയും കിട്ടില്ല ഇങ്ങനെ വരുമ്പം. പിന്നെ സർക്കാരിൻ്റെ അനുകൂലമായൊരു നിലപാടുണ്ട്, SIR ഇപ്പോൾ പാടില്ല എന്നുള്ളത്. അതെല്ലാം കൂടെ ചേരുമ്പോൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. SIR ഇവിടെ നോ IR ആയി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.